നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് തോട്ടം തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം ധനസഹായം ഉടൻ കൈമാറുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കടുവയെ പിടികൂടും. കോന്നിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് എം.എൽ.എ. കയർത്ത സംഭവം പരിശോധിക്കുമെന്നും വനമന്ത്രി. കോട്ടയം ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം നിലച്ചു. നായ്ക്കൾ പെരുകുന്നു. ദിവസവും കടിയേൽക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. വൈവിധ്യങ്ങളുമായി സ്കൂൾ വിപണി. പെൻസിൽ മുതൽ കുടകളിൽ വരെ വ്യത്യസ്തത. വായനയുടെ വസന്തം വിരിയിച്ച് അക്ഷരനഗരിയിൽ പുസ്തകോത്സവം. സംഘാടകർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി. 50-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. വാർത്തകൾ വിശദമായി. മലപ്പുറം കാളികാവിൽ തോട്ടം തൊഴിലാളിയെ കടുവ ആക്രമിച്ച സംഭവത്തിൽ ധനസഹായം ഇന്നു തന്നെ കൈമാറാൻ ശ്രമിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കടുവയെ പിടിക്കലാണ് അടുത്ത ദൗത്യം. കോന്നിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് എം.എൽ.എ. ഇടപെടേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞു. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും, ഇല്ലെങ്കിൽ നാളെ തന്നെ. കാരണം ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഓഫീസിൽ കൊടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായവും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കടുവയെ പിടിക്കലാണ് അടുത്ത ഘട്ടം. ഏത് സമൂഹത്തിലുണ്ടാകുന്നത് പോലെയും വനം വകുപ്പിലും പക്വതയോടുകൂടി പെരുമാറാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായി എന്ന് വരും. അതെന്താണെന്ന് കണ്ടെത്തി, എവിടെയാണെന്ന് കണ്ടെത്തി, ആരാണെന്ന് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത്. ആ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, ഒരാളുടെ മാത്രമല്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഗവൺമെൻറ് പരിശോധിക്കുക. അപ്പോൾ അത് സംബന്ധിച്ചും പ്രത്യേകിച്ചും അവിടെ എം.എൽ.എ. കൂടി ബന്ധപ്പെട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ് അതിനെ കാണുന്നത്. കോട്ടയം ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം നിലച്ചതോടെ തെരുവ് നായ്ക്കളുടെ അക്രമവും വർദ്ധിച്ചു. റോഡരികിൽ കൂട്ടം കൂടി കിടക്കുന്ന നായകൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാരെയും ആക്രമിക്കുകയാണ്. കോട്ടയം നഗരത്തിലെ ടി.ബി. റോഡ്, കോടിമത, എം.ജി. റോഡ് എന്നിവിടങ്ങളിലാണ് നായശല്യം രൂക്ഷമായത്. കോട്ടയം ജില്ലയിൽ തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം നിലച്ചു. ഇതോടെ തെരുവുനായയുടെ ആക്രമം വർദ്ധിച്ചു. റോഡരികിൽ കൂട്ടം കൂടി കിടക്കുന്ന നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കുമാണ് കൂടുതൽ ശല്യമാകുന്നത്. കോട്ടയം നഗരത്തിലെ ടി.ബി. റോഡ്, കോടിമത, എം.ജി. റോഡ് എന്നിവിടങ്ങളിലാണ് നായശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. പകൽച്ചൂടിൽ എവിടെയെങ്കിലും തണലിൽ ഒതുങ്ങിക്കൂടുന്ന നായ്ക്കൾ രാത്രിയിൽ കൂട്ടം ചേർന്ന് ആളുകളെ ആക്രമിക്കുന്നു. കോട്ടയം എം.ജി. റോഡിൽ ഇരുചക്ര വാഹന യാത്രക്കാരാണ് പലപ്പോഴും നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. കോടിമത എം.ജി. റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറികൾക്കടിയിലാണ് ഇവയുടെ താവളം. കോടിമതയിൽ വ്യാപാരിയെ തെരുവുനായ ആക്രമിച്ചു. ഈ വ്യാപാരം ചെയ്യുന്ന ഈ പ്രദേശത്ത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യവും അതോടൊപ്പം ഈ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയും അവരുടെ അതിൻ്റെ പ്രായമാകുമ്പോഴോ രോഗം വീഴുമ്പോഴോ ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അന്നേരം അതിനെ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും രീതിയിൽ അതിനെ തടയാനുള്ള ഏർപ്പാട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വഴിയിൽ ടോറസ് കിടക്കുന്ന ടോറസിൻ്റെ അടിയിൽ ഇത് വന്ന് തണൽ അണച്ചു വന്ന് നിൽക്കുക. കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം. അതേസമയം തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന കോടിമതയിലെ ABCയുടെ പ്രവർത്തനം മാർച്ച് 31 അവസാനിച്ചു. പദ്ധതി സാധുതാ നിർണയത്തിനുള്ള സോഫ്റ്റ്വെയർ തകരാറിലായത് കാരണം കോട്ടയത്തെ ABC സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇനിയും വൈകും. അതേസമയം വാഴൂർ, കടനാട്, തലയോലപ്പറമ്പ്, വാകത്താനം എന്നിവിടങ്ങളിൽ അടിയന്തരമായി ABC സെന്ററുകൾ തുടങ്ങാനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ആരംഭിച്ചു. മുൻപ് പ്രവർത്തനം നടത്തി വന്നിരുന്ന വാഴൂർ, കടനാട് എന്നിവിടങ്ങളിലെ ABC സെന്ററുകൾ പുനരാരംഭിക്കാനാണ് ആദ്യ ശ്രമം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ അതത് മേഖലകളിലെ എഞ്ചിനീയർമാർ ഇവിടങ്ങൾ സന്ദർശിച്ചു. തലയോലപ്പറമ്പ്, വാകത്താനം എന്നിവിടങ്ങളിലും ABC സെന്ററുകൾ വൈകാതെ തുടങ്ങാൻ പദ്ധതിയുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടങ്ങളിൽ കേന്ദ്രങ്ങൾ തുടങ്ങുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈവിധ്യങ്ങളുമായി സ്കൂൾ വിപണി സജീവമായി. കുട്ടിക്കൂട്ടത്തെ ആകർഷിക്കാൻ പെൻസിൽ മുതൽ കുടകളിൽ വരെ ആകർഷണീയത കണ്ടെത്താനാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ പരിശ്രമം.
അധ്യയന വർഷം ആരംഭിക്കുവാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കെ സ്കൂൾ വിപണികൾ സജീവമായി. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും സൂപ്പർ ഹീറോകളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകളും കുടകളും പുതുമ നിറഞ്ഞ ടിഫിൻ ബോക്സുകളുമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം പഠനോപകരണങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 മുതൽ 10 രൂപ വരെയാണ് നോട്ട് ബുക്കുകൾക്ക് വില കൂടിയിട്ടുള്ളത്. യൂണിഫോമുകൾക്കും വില ഉയർന്നിട്ടുണ്ട്. 2500 രൂപ വിലയുള്ള ബാഗുകൾ വിപണിയിലുണ്ട്. ആനിമേഷൻ ചിത്രമുള്ള 3D ബാഗുകൾക്ക് 850 രൂപയ്ക്ക് മുകളിലാണ് വില. 84 പേജ് നോട്ട് ബുക്കിന് 14 രൂപ മുതലാണ് വില. ബ്രാൻഡ് മാറുന്നതനുസരിച്ച് കുടകളുടെയും വിലകൾ മാറുന്നുണ്ട്. 400 മുതൽ 1500 രൂപ വരെയാണ് വില. ഇൻസ്ട്രുമെന്റ് ബോക്സിന് 75 രൂപ മുതൽ വിലയുണ്ട്. ബോക്സിന്റെ ഡിസൈനും ബ്രാൻഡും അനുസരിച്ച് വില ഉയരുന്നുണ്ട്. അതേസമയം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ വിപണന മേളകളും സഹകരണ സംഘങ്ങളുടെ സ്റ്റുഡന്റ് മാർക്കറ്റുകളും സജീവമാണ്. ഇവിടങ്ങളിൽ ബ്രാൻഡഡ് അടക്കമുള്ള ആകർഷണങ്ങളായ സ്കൂൾ ബാഗുകൾക്കും വിലക്കുറവുണ്ട്. 10 മുതൽ 50% വരെ വിലക്കിഴിവിലാണ് വിൽപ്പന. ന്യൂസ് ബ്യൂറോ, പാല. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിന് കോട്ടയത്ത് തുടക്കം. കേരളത്തിലെ എല്ലാ പ്രമുഖ പ്രസാധകരും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നു. വായനയുടെ വസന്തം വിരിയിച്ച് അക്ഷരനഗരിയിൽ പുസ്തകോത്സവം തുടങ്ങി. കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച വരെ നടക്കുന്ന പുസ്തകോത്സവം. നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലെ 50-ലേറെ പ്രസാധകർ അണിനിരക്കുന്ന പുസ്തകോത്സവം 350-ലേറെ ലൈബ്രറികൾക്കും പൊതുജനങ്ങൾക്കും മികച്ച പുസ്തകം വാങ്ങാൻ അവസരം ഒരുക്കിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രന്ഥശാലകൾക്കും പുസ്തകപ്രേമികൾക്കും ആകർഷകമായ വിലക്കുറവിൽ എല്ലാ പുസ്തകങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. കഥകൾ, നോവലുകൾ, ജീവചരിത്രം തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരം പുസ്തകോത്സവത്തിലുണ്ട്. ഈ മാസം 17 വരെ പുസ്തകോത്സവം തുടരും. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, സാഹിത്യ സംഗമം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ഷാജിയൻ കരുൺ അനുസ്മരണം നടന്നു. പിറവി പിറന്ന കാലം എന്ന പേരിൽ നടന്ന ചലച്ചിത്ര സെമിനാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ ശാന്തതയും അത് മനോഹരമായി ഒപ്പിയെടുത്ത ചിത്രമാണ് ഷാജിയൻ കരുണിൻ്റെ കാഞ്ചന സീത. ഓർമ്മയിലേറെ നിൽക്കുന്ന മനോഹരമായ ചിത്രമാണ് പിന്നീട് അതിന് ചുവട് പിടിച്ച ഒരുപാട് ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു വസന്തകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം. MT വാസുദേവൻ നായരും അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, G അരവിന്ദനും അവരെല്ലാം ചേർന്ന് ഷാജിയൻ കരുണും ചേർന്ന് ഒത്തുകെട്ടിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ വിശ്വസ്തരമായ ചിത്രങ്ങളാണ് സത്യത്തിലെ മലയാളത്തിൽ നമുക്ക് പിറവിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഓർക്കുകയാണ്. ഡോക്ടർ AV പ്രതീഷ് അധ്യക്ഷനായി. SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക്. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥി കൺസെഷൻ യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് മാത്രമാക്കി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരതീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാനത്ത് ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ദീർഘദൂര ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ബസ് പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥി കൺസെഷൻ യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നിജപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും നിസ്സാര കാരണങ്ങളാൽ ബസ്സുടമകളിൽ നിന്ന് ഭീമമായ തുക പിഴ ചുമത്തുന്ന ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദീർഘകാലമായി സർവീസ് നടത്തിവരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധിയുടെയും ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും കാരണം പറഞ്ഞ് KSRTCക്ക് വേണ്ടി പിടിച്ചെടുക്കുന്ന നടപടി സംസ്ഥാനത്തെ പൊതുഗതാഗത, സാമ്പത്തികം, തൊഴിൽ എന്നീ മേഖലകളെ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ബസ് ഉടമകൾ പറയുന്നു. KSRTC തൊഴിലാളി യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗതാഗത വകുപ്പിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി ലഭിക്കുന്നില്ല. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ പകുതിയിലധികവും കൺസെഷൻ നിരക്കിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ഇതിൽ ഭൂരിഭാഗവും കൺസെഷന് അർഹരാണ്. 14 വർഷം മുൻപ് നിശ്ചയിച്ച ടിക്കറ്റ് നിരക്കാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നത്. 96 വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് നിരക്ക് കൊണ്ട് 1 ലിറ്റർ ഡീസൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള കാർഡ് സമ്പ്രദായം നടപ്പിലാക്കുകയും വിദ്യാർത്ഥികളുടെ മിനിമം ടിക്കറ്റ് നിരക്ക് 5 രൂപയാക്കുകയും ചെയ്യണമെന്നും ബസ് ഉടമകൾ പറയുന്നു. 2011 വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് 1 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതിനുശേഷം 14 കൊല്ലായി ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. ആ 1 രൂപയാണ് ഇപ്പോൾ മിനിമം ചാർജ്. നിങ്ങളറിയാം, 1 ലിറ്റർ ഡീസലിന് 96 രൂപ.
1 ലിറ്റർ ഡീസൽ അടിക്കണമെങ്കിൽ 96 വിദ്യാർത്ഥികളെ ഞങ്ങളെ ബസ്സിൽ കയറണം. അപ്പൊ 96 വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് നിരക്ക് കൊണ്ട് ഞങ്ങൾക്ക് 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധന വരുത്താതെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. 3-4 ദിവസങ്ങൾക്കുള്ളിൽ മറ്റു ബസ്സുടമ സംഘടനകളുമായും തൊഴിലാളി സംഘടനകളുമായും കൂടിയാലോചന നടത്തി സമരത്തിന്റെ രീതിയും തീയതിയും പ്രഖ്യാപിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരികുന്നേൽ, ജോയിന്റ് സെക്രട്ടറി പാലമുറ്റത്ത് വിജയകുമാർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജാക്സൺ, സെക്രട്ടറി സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവ് ജോസഫിന്റെയും ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഏറ്റുമാനൂർ പേരൂർ മീനച്ചിലാറ്റിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളി. മരിച്ച അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവ് ജോസഫിന്റെയും ജാമ്യാപേക്ഷയാണ് തള്ളിയത്. മുൻപ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതികൾക്കെതിരെ നിർണായകമായ തെളിവുകൾ കിട്ടിയതോടെയാണ് ജിമ്മിയെയും അച്ഛൻ ജോസഫിനെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയായിരുന്നു അറസ്റ്റ്. ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോളെ ശാരീരികമായും മാനസികമായും ഭർത്തൃവീട്ടുകാർ പീഡിപ്പിച്ചെന്നായിരുന്നു കുടുംബം പോലീസിന് നൽകിയ പരാതി. നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ നിരന്തരം അപമാനിക്കപ്പെട്ടു. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഏപ്രിൽ 14 രാത്രിയുണ്ടായ തർക്കങ്ങളും മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ജിസ്മോളുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ SHO AS അൻസിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള ലോട്ടറി ടിക്കറ്റിന്റെ വിലവർധന പിൻവലിച്ച് 40 രൂപയാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കേരള ലോട്ടറി ടിക്കറ്റ് വിലവർധന പിൻവലിച്ച് 40 രൂപയാക്കുക, 5000 രൂപയുടെ സമ്മാനം 23 എണ്ണമായി വർദ്ധിപ്പിക്കുക, ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ അഴിമതി നടത്തിയവരെ പിരിച്ചുവിട്ട് CBI അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോട്ടയം ജില്ലാ ലോട്ടറി ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരും രോഗബാധിതരുമായവരുടെ പ്രധാന തൊഴിലും വരുമാനവുമായ ലോട്ടറി മേഖല ഇടത് സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾ മൂലം തകരുകയാണെന്ന് ലോട്ടറി തൊഴിലാളി കോൺഗ്രസ് ആരോപിച്ചു. വർദ്ധിച്ച ലോട്ടറി വില പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമ്മാനം കൊണ്ട് എണ്ണം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മൊത്തം സമ്മാനങ്ങളിൽ 4% കുറവ് വരുത്തിയ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ വ്യവസായത്തെ തകർത്തെരിപ്പണമാക്കി. കേരളത്തിലെ ലോട്ടറി വിൽപ്പനക്കാരായ 2 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള മറ്റ് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ഈ പാവപ്പെട്ടവർക്ക് ഏക വരുമാനം നൽകുന്ന ഈ ലോട്ടറി വ്യവസായത്തെ തകർത്തെരിപ്പണമാക്കിക്കൊണ്ട് വില കൊടുത്ത് വാങ്ങുന്ന ടിക്കറ്റുകൾ വിറ്റഴിയാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും സൃഷ്ടിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നന്ദിയോട് ബഷീർ, റീജിയണൽ പ്രസിഡന്റ് ടോണി തോമസ്, DCC ജനറൽ സെക്രട്ടറി സണ്ണി കാഞ്ഞിരം, ജില്ലാ സെക്രട്ടറി ജോർജ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MG സർവകലാശാല ഡിഗ്രി പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി പാല അൽഫോൻസ കോളേജ്. യൂണിവേഴ്സിറ്റി തലത്തിൽ 25 റാങ്കുകൾ കോളേജ് നേടിയിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കി പാല അൽഫോൻസ കോളേജ്. യൂണിവേഴ്സിറ്റി തലത്തിൽ 25 റാങ്കുകളും 1S ഗ്രേഡും 46 A+കളും 41 A ഗ്രേഡുകളും നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തവണയും അൽഫോൻസയിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. വർഷങ്ങളായി MG യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകളും A+ഉം കരസ്ഥമാക്കി വരുന്ന കോളേജിന്റെ അക്കാദമിക രംഗത്തെ അദ്വൈത സ്ഥാനത്തിന് അടിവരയിടുന്നതാണ് ഇത്തവണത്തെ പരീക്ഷാഫലം. പാഠ്യേതര രംഗത്തും സജീവമായ കോളേജ് കേരളത്തിന്റെ കായിക ചരിത്രത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതായി മാനേജർ ഡോക്ടർ ജോസഫ് തരത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമൾ മാത്യു, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ മഞ്ജു C. കുരുവിള, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, മിസ് മഞ്ജു ജോസ്, ഭർത്താർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പാലാ നഗരസഭയുടെ വാർഷിക പദ്ധതി 2024-25 ഭാഗമായി ഭിന്നശേഷിക്കാർക്കായുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനു അധ്യക്ഷയായി. അറിയിപ്പ്
എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുള്ള കർഷകർക്ക് ധനസഹായം നൽകുന്നു. കുറഞ്ഞത് 100 വാഴയെങ്കിലും കൃഷി ചെയ്തിരിക്കണം. ഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ സഹിതം മെയ് 19-നകം പനമറ്റത്തുള്ള എലിക്കുളം കൃഷിഭവനിലെത്തി അപേക്ഷ നൽകണം. ഫോൺ 9455339925. കോട്ടയം തിരുവഞ്ചൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ എഡ്യൂക്കേറ്ററായും കണക്ക്, ഇംഗ്ലീഷ്, സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ട്യൂഷൻ പഠിപ്പിക്കുന്നതിനും B.Ed അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവരെ നിയമിക്കുന്നു. ദിവസവും 2 മണിക്കൂർ ക്ലാസ് എടുക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം മെയ് 20-ന് രാവിലെ 11 മണിക്ക് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകണം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ വരുന്ന മാസങ്ങളിൽ തൊഴിൽ മേളകളും വോക്ക്-ഇൻ ഇന്റർവ്യൂവും നടത്തുന്നു. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങളുണ്ട്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒറ്റത്തവണ ഫീസായ 250 രൂപയും ആധാർ കാർഡുമായി മെയ് 17-ന് രാവിലെ 10:30 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 048125634551. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറത്ത് തോട്ടം തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം ധനസഹായം ഉടൻ കൈമാറുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ പിടികൂടും. കോന്നിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് MLA കയർത്ത സംഭവം പരിശോധിക്കുമെന്നും വനമന്ത്രി. കോട്ടയം ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം നിലച്ചു. നായ്ക്കൾ പെരുകുന്നു. ദിവസവും കടിയേൽക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. വൈവിധ്യങ്ങളുമായി സ്കൂൾ വിപണി. പെൻസിൽ മുതൽ കുടകളിൽ വരെ വ്യത്യസ്തത. വായനയുടെ വസന്തം വിരിയിച്ച് അക്ഷരനഗരിയിൽ പുസ്തകോത്സവം. സംഘാടകർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി. 50-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.